ഡീറ്റെയിലാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. ഇത് സാറ് നല്ല കഴിച്ചായിരുന്നു? കഴിച്ചായിരുന്നു. സുഖമല്ലേ? എന്താ ഉദ്ദേശം? സാർ ഒരു ലീവ്. എന്തിന്? സാർ ഇതിനെ വല്ലാത്തൊരു വയറുവേദന. ഫെബ്രുവരി 14 രാവിലെ നിനക്കൊക്കെ വയറുവേദന അല്ലേ? ലീവൊന്നുമില്ല ഇവിടെ, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ആർക്കും ലീവില്ല. ജീവിത പ്രശ്നമാണ് സാർ. സത്യം പറയാലോ, ഇതിൻ്റെ പെൺകുട്ടി ഇഷ്ടമാണ്. അത് ഇന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന മണിക്കൂറാണ്. അപ്പൊ പിന്നെ ഒരു കൈ നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പൊ അതാണ് നിന്റെയൊക്കെ വയറുവേദന. ഒരു കാര്യം ചെയ്യും, പോയിട്ട് 1 മണിക്കൂറിലോ കേട്ടോ. സാർ എന്തെങ്കിലും ഒരു ഐഡിയ? എന്താ ഐഡിയ? അല്ല, ഇവന്റെ ഫസ്റ്റ് ടൈം ആണേ, പിന്നെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ നിന്റെ നമ്മള് പിന്നെ പണ്ടേ ഐഡിയ ഒന്നുമില്ല. രണ്ടുപേരും പോയെ. ഇത്രയും കഴിവുള്ള ആളല്ലേ സാറ്. പിന്നെ സുന്ദരനും സുമുഖനും ലോകകോമളനുമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ഐഡിയ പറയാം. നിങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു. അവിടെ കുട്ടിയും കൂട്ടുകാരിയും ഒരുമിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ ആദ്യം നീ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നു. എന്നിട്ട് അവസാനം കൂട്ടുകാരിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നു, ഐ ലവ് യു പറയുന്നു. അപ്പോൾ നിൻ്റെ കുട്ടിയുടെ മുഖത്തെ റിയാക്ഷൻ കണ്ടാൽ അറിയാം അവൾക്ക് ഇതിനെ ഇഷ്ടമാണല്ലോ എന്ന്. ഫസ്റ്റ് പ്ലാൻ ഫെയിൽ. ഇനി സെക്കൻഡ് പ്ലാൻ. ഇതെന്തോന്നൊരുമാതിരി പഴഞ്ചൻ ഐഡിയ ഒക്കെ ആയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് റൊമാൻസ് വർക്കൗട്ട് ആവത്തില്ല. നമുക്കൊരു ടോക്സിക് പ്ലാൻ പിടിച്ചാലോ? കുറെ നാളെ ഞാൻ പറയാൻ നടക്കുകയാണ്, നീ എന്നെ കൊണ്ട് പറ്റൂല. ഇനി നീ എസ് പറഞ്ഞില്ലെങ്കിൽ ഈ വിഷം കുടിച്ച് ഞാൻ ഇപ്പം ഇവിടെ വരും. ഇമാതിരി പ്ലാനൊന്നും ഞാനില്ല. ഇപ്പോഴാണ് എനിക്ക് വൈബ് അങ്ങോട്ട് കണക്റ്റ് ആയത്. ഇനി നമുക്കൊരു അവസാനത്തെ പ്ലാൻ, എ ഫൈനൽ പ്രാക്ടിക്കൽ പ്ലാൻ. ഞാൻ പറയുന്ന സമാനത്തിൽ കേക്ക്. പറ. നീ കണ്ടതൊന്നുമല്ല ഞാൻ. എനിക്കറിയില്ല എങ്ങനെ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അതിനെ ഈ അഭിപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. നിനക്കറിയോ, ഞാൻ ഇപ്പോൾ നന്നായി പഠിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ റെയിൽവേ എക്സാം വിളിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം തന്നെ ഒരു നല്ല ജോലി മേടിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് വരുന്നു നിന്നെ കല്യാണം ആലോചിക്കാനായിട്ട്. എന്നാൽ ശരി, ഞാനും റെയിൽവേക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജോലി മേടിച്ചിട്ട് വീട്ടിലെന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം.